السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. മഹത്തായ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരെ, വിശിഷ്യ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് അഭിവന്യരായ UM ഉസ്താദ്, അതുപോലെ തന്നെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ ചെയർമാൻ ബഹുമാന്യരായ UM അബ്ദുറഹ്മാൻ ഉസ്താദ്, MM ഖാസിം ഉസ്താദ് അവർകൾ, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യദർശികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൻ്റെ തുടക്കം കുറിച്ച് 3-ാമത്തെ വർഷം ഇന്നിതാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്ഥാപനം പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുവാൻ കഴിഞ്ഞു. സാരവത്തായ സന്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഹ്രസ്വമായ രീതിയിൽ സ്ഥാപനത്തിൻ്റെ അക്കാദമിക രംഗങ്ങളെക്കുറിച്ച് ചെറിയ ഒരു ഭാഷണം നിർവഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിൽ നാം നിലകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിക്കുവാനും സമൂഹത്തിന് നേരായ ദിശാബോധം നിർവഹിക്കുവാനും കഴിയുന്ന ഒരുപറ്റം സമൂഹത്തെ വാർത്തെടുക്കുക എന്ന മഹിതമായ ലക്ഷ്യമാണ് ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിക്കുള്ളത്. കൂട്ടത്തിൽ ധാർമ്മികമായ അവബോധമുണ്ടാവുകയും പാണ്ഡിത്യത്തിൽ വ്യുൽപത്തി നേടുകയും ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തുക എന്ന മഹിതമായ ലക്ഷ്യമാണ് ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിക്കുള്ളത്. നമുക്കറിയാം, കേരളക്കരയിലെ പരമോന്നത മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം. അതിൽ 4000-ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ട്, ഗവേഷണം നടത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിനോട് അഫിലിയേറ്റ് ചെയ്ത് 64 സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെയും ലക്ഷ്യം വിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിൻ്റെ നിഖില മേഖലകളിലും പ്രചരിപ്പിക്കുക, ലോകത്തെവിടെയും ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന വലിയൊരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തുക എന്നതാണ്. 7ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളെ, 12 വയസ്സ് കഴിഞ്ഞതും 14 വയസ്സ് കവിയാത്തതുമായ വിദ്യാർത്ഥികളെ ഏകീകൃത പരീക്ഷയിലൂടെ മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ട് തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ് ജാമിഅയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹത്തായ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയാണ്, കാസർഗോഡ് ജില്ലയിൽ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയാണ് ജാമിഅ നൂരിയയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ സെന്ററായി പ്രവർത്തിക്കുന്നത് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആ മഹാനുഭാവന്റെ പേര് എന്തിനെയാണോ അന്വർത്ഥമാക്കുന്നത് ആ രീതിയിൽ തന്നെ കടന്നുപോകാൻ ഈ കാലയളവിൽ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിലെ വിദ്യാർത്ഥികൾ അതിൻ്റെ കരസ്ഥമാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വളരെയധികം ആത്മാഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ അടുത്ത് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ജാമിഅ ജൂനിയർ ഫെസ്റ്റിൽ മുഴുവൻ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരങ്ങൾ നടക്കുകയും സെലക്ട് ചെയ്യപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് സ്ഥാപനത്തിന്റെ ഉന്നതമായ മാതൃസ്ഥാപനമായ ശിഹാബ് ജാമിഅ നൂരിയ പട്ടിക്കാട് സ്ഥാപനത്തിലേക്ക് പോവുകയും അവിടെ മത്സരത്തിൽ പങ്കെടുക്കുകയും 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. 64ഓളം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 64 സ്ഥാപനങ്ങളിൽ നിന്നും 10 വീതം വിദ്യാർത്ഥികൾ അവസാനത്തെ റൗണ്ടിലെത്തുകയും ആ അവസാനത്തെ റൗണ്ടിൽ നിന്ന് 1ാമനായി നമ്മുടെ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിലെ ഈ സ്ഥാപനത്തിലെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥി മുഹമ്മദ് യാഫി എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇംഗ്ലീഷ് വേർഡ് ഫൈറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ 2ാം ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായ
വിദ്യാർത്ഥിയായ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഇസ്സത്ത് നഗറിലെ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി 2ാം സ്ഥാനം വഅദ് മത്സരത്തിൽ മൊത്തം സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥാപനത്തിലേക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ഈ സ്ഥാപനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെയധികം ഉന്നതമായ രീതിയിലാണ് കടന്നു പോകുന്നത്. ഇനി ഇതിനെ ഉന്നതിയിലേക്കും ഔന്നിത്യത്തിലേക്കും എത്തിക്കേണ്ടത് ഇവിടുത്തെ നാട്ടുകാരായ, ഇവിടുത്തെ നല്ലവരായ ഗുണകാംക്ഷികളായ, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ നിർബന്ധമായ കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ സ്ഥാപനം ഇങ്ങനെ ഈ കമനീയമായ രീതിയിൽ ഇങ്ങനെ അലങ്കരിക്കപ്പെടുമ്പോൾ ഇതിന്റെ അടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ചോര നീരാക്കി പ്രവർത്തിച്ചിരുന്ന, കൈമൈ മറന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ചിലപ്പോൾ അവർ സ്റ്റേജിന്റെ മുമ്പിൽ വന്നില്ലെങ്കിൽ പോലും അവർ പിന്നണിയിൽ നിന്നുകൊണ്ട് അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ നാട്ടിന്റെ യുവജന വിഭാഗം എന്ന് പറയുന്നത് എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ യുവത്വം എന്ന് പറയുന്നത്, യുവത്വവും അതുപോലെ തന്നെ ഈ യുവ സമയം എന്ന് പറയുന്നത് ചോരത്തിളപ്പുള്ള സമയമാണ്. എന്ത് പ്രവർത്തനത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, ഏത് അശ്ലീലതക്കും കോപ്പുകൂട്ടാൻ വേണ്ടി ഒരുമ്പിട്ട് നിൽക്കുന്ന സമയത്ത് ചെങ്കളയിലെ യുവാക്കൾ ഈ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയെ ഇത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആഴ്ചകളോളമായി ഇതിന് വേണ്ടി, ഇതിന്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും വേണ്ടി കടന്നു വന്നിട്ട് ഞാൻ ഓർത്തു പോവുകയാണ്, ഓരോ യുവാക്കളും ഇവിടെ ഇതിന് വേണ്ടി കൈമൈ മറന്നുകൊണ്ട് ഇവിടുത്തെ മണ്ണ് വലിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ വളരെയധികം ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിലേക്ക് ഒരുപാട് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായ ഹസ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നും നമ്മൾ മറക്കാൻ കഴിയുന്നില്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ശിഹാബ് തങ്ങൾ അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു കുടുംബമാണ് നമ്മുടെ ഓഫീസിലേക്കുള്ള ചെയറും മറ്റു സാധനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. മരണപ്പെട്ടു പോയ മർഹൂം സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന തൻ്റെ പൗത്രന്റെ പേരിലാണ് അവർ അത് സംഭാവന ചെയ്തിട്ടുള്ളത്. അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ചെങ്കളയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഓരാമൂലകളിലേക്കും ഒക്കെ കയറി ചെന്നിട്ട് അവിടെയൊക്കെ എല്ലാ ചിത്രങ്ങളും ഒപ്പിയെടുത്ത് മതബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വീഡിയോസുകളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന CK കരീം എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മെമ്മറിക്ക് വേണ്ടി ഇവിടെ കൂളർ സ്ഥാപിക്കുകയുണ്ടായി. അഫ്ളലുൽ മിയാഹി അസ്സദഖതു എന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല സദഖ വെള്ളമാണെന്ന് പറഞ്ഞതുപോലെ ആ ഒരു കാര്യം അന്വർത്ഥമാക്കിയിട്ടുണ്ട്. ഇനിയും ഈ സ്ഥാപനത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ 3ാമത്തെ നില ഇനി പടുത്തുയർത്തേണ്ടതുണ്ട്. അതുപോലെ വിശാലമായ ലൈബ്രറി കെട്ടിടം നൽകേണ്ടതുണ്ട്. ഇവിടുത്തെ UAE കമ്മിറ്റി ലൈബ്രറിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും അതിന്റെ ആദ്യ ഗഡു അത് ഇവിടെ നൽകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളൊക്കെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒത്തുനിന്നുകൊണ്ട് ഇതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഇതിനെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്കള എന്ന് പറയുന്ന പ്രദേശം ഒരു നോളേജ് സിറ്റിയായി, ഒരു നോളേജിന്റെ സെന്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം, യുക്തിവാദത്തിന്റെ ചിന്തകളും ഫ്രീ തിങ്കേഴ്സുകളും ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്തുടനീളം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ശൈലി, ഇസ്ലാമിന്റെ യഥാർത്ഥ ആചാരങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ ആശയങ്ങൾ, അതിന്റെ സംവിധാനങ്ങൾ, അതിന്റെ ജീവിത വ്യവസ്ഥകൾ എല്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാകണം നമ്മളുടെ പ്രവർത്തനം. നമുക്കറിയാം, ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് ആളുകളും വേറിട്ട നിലയിൽ സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോവുകയും ഇസ്ലാമിനെ തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യവദാർശനികനായിരുന്ന ഇബ്നു റുഷ്ദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ, ഫിലോസഫേഴ്സുകൾ കടന്നു വന്ന് ഇസ്ലാമിനെ വെള്ളിവിളിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള പ്രതിഭാധരന്മാരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വന്ന് ഇസ്ലാമിന് പ്രചരണം നടത്തുകയും അതിന്റെ യഥാർത്ഥ ശൈലി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമാം ഗസാലിമാരെ പടുത്തുയർത്തുന്ന മഹൽ സ്ഥാപനമായി മാറണം ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇതിനു വേണ്ടി കൈമൈ മറന്നുകൊണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ടാകാം, അതുപോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവരുണ്ടാകാം, അതുപോലെ ഇവിടെ വന്ന് സഹകരിച്ചവരുണ്ടാകാം. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വേണ്ടി, ഇൽമ് പഠിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതവന്റെ ഖബറിൽ പ്രകാശമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ വഹിയിന്റെ പ്രവാചകന്റെ വചനം ഏതാണ്
എന്ന് നമുക്കറിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെടുന്ന ദിവ്യ സന്ദേശത്തിൽ പറയുന്നു, അല്ലാഹു പറയുന്നു, മനുഷ്യനെ അറിയാത്തത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. ഇവിടെ ഇൽമിന് പ്രാധാന്യം നൽകുകയുണ്ടായി. മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നെൽസൺ മണ്ടേലയുടെ വചനം ഞാൻ നിങ്ങളോട് കടമെടുത്തുകൊണ്ട് പറയുകയാണ്, the knowledge is the most sophisticated weapon in the world. ലോകത്തെ ഏറ്റവും ശീഘ്രമായിട്ടുള്ള ആയുധം വലിയ ബോംബുകളോ അല്ലെങ്കിൽ തോക്കുകളോ അല്ലെങ്കിൽ സംഹാര താണ്ഡവമാടുന്ന വലിയ വലിയ നശിപ്പിക്കുന്ന സാധനങ്ങളോ അല്ല, മറിച്ച് വിജ്ഞാനമാണ്, വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ. ഐൻസ്റ്റീൻ MCC സ്ക്വയർ കണ്ടുപിടിച്ചപ്പോൾ, ഇവിടുന്ന് അണുബോംബുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചപ്പോൾ അത് വെച്ച് പിടിപ്പിച്ച് ഇവിടെ തകർത്ത് നശിപ്പിച്ചത് ബുദ്ധിയില്ലാത്ത ഏതോ കാപ്പാലികന്മാരായ ഭരണാധികാരികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് ദിശാബോധം നൽകുന്ന പണ്ഡിതന്മാരെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഉലമാക്കളെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ നന്മയേതാണ് തിന്മയേതാണ് എന്ന് പഠിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് നാം പടുത്തുയർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി എന്ത് സംഭാവനകൾ ചെയ്യുകയാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വലിയ ഒരു ദുഖ്റായി നമുക്ക് മാറും, വലിയൊരു ശേഖരമായിരിക്കും, നമ്മുടെ ഖബർ ജീവിതത്തിന് ആശ്വാസമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.